2026 ജനുവരിയിലെ ADS തല തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എങ്ങനെ? കുടുംബശ്രീ സ്കൂളിലേക്ക് സ്വാഗതം. 2026 കുടുംബശ്രീ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ. കുടുംബശ്രീ ADS തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അയൽക്കൂട്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീഡിയോ നമ്മുടെ കുടുംബശ്രീ സ്കൂൾ ചാനലിൽ ലഭ്യമാണ്. ഇനി നമുക്ക് എങ്ങനെ ADS തല തിരഞ്ഞെടുപ്പ് നടത്താമെന്ന് നോക്കാം. എന്റെ പേര് ഹേമ. കുടുംബശ്രീയിലെ വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കുടുംബശ്രീ സ്കൂൾ. നമ്മൾ കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് വിവിധ കാര്യങ്ങൾ പഠിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അയൽക്കൂട്ട അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ വീഡിയോയുടെ അവസാനം 2 ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യത്തിന് ഉത്തരം കമന്റ് ആയിട്ട് നൽകാം. ശരിയായ ഉത്തരം കമന്റ് ഇട്ടതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉത്തരത്തിന് ഒരു ഗിഫ്റ്റ് കുടുംബശ്രീ സ്കൂൾ നൽകുന്നതാണ്. തിരഞ്ഞെടുത്ത കമന്റിൽ ഒരു റിപ്ലൈ കമന്റായി കുടുംബശ്രീ സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഞങ്ങളെ വാട്സ്ആപ്പ് വഴി ബന്ധപ്പെടണം. അതോടൊപ്പം അയൽക്കൂട്ട അംഗങ്ങൾക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെൽ ബട്ടൺ കൂടി ഓൺ ആക്കിയിടണം. അപ്പോൾ പുതിയ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും. ശരി, ഇനി നമുക്ക് 2026 ജനുവരിയിലെ ADS തല തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. അയൽക്കൂട്ട തല തിരഞ്ഞെടുപ്പിൽ അവസാന ADS തിരഞ്ഞെടുപ്പ് പൊതുയോഗ അറിയിപ്പ് എന്ന തലവാചകം എഴുതി നിയുക്ത ഭരണസമിതി അംഗങ്ങൾ ADS തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു വാർഡിലെ മുഴുവൻ അയൽക്കൂട്ടത്തിൽ നിന്നും ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന 5 അംഗങ്ങൾ എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ADS പൊതുസഭ ആകുന്നത്. ഒരു ADS തിരഞ്ഞെടുപ്പ് പൊതുയോഗം മൊത്തം 4 മണിക്കൂറാണ്. കൃത്യമായി തീരുമാനിച്ച പ്രകാരം നിശ്ചിത സ്ഥലത്ത് നിശ്ചിത സമയത്ത് ADS റിട്ടേണിംഗ് ഓഫീസറുടെ അധ്യക്ഷതയിൽ ADS തിരഞ്ഞെടുപ്പ് പൊതുയോഗം ആരംഭിക്കണം. ഇവിടെ ADS റിട്ടേണിംഗ് ഓഫീസറുടെ സഹായം ഉണ്ടാകും. ADS റിട്ടേണിംഗ് ഓഫീസർ ഹാജർ വിളിച്ച് ഓരോ ADS പൊതുയോഗ അംഗത്തെ കൊണ്ടും മിനിറ്റ്സിലും തിരഞ്ഞെടുപ്പ് നടപടി രേഖയിലും ഒപ്പുവെപ്പിക്കണം. ഹാജരുള്ള അവസാനത്തെ ആളും ഒപ്പിട്ട് യോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആരെയും യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ പാടുള്ളതല്ല. തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ളവരുടെ ആകെ എണ്ണത്തിന്റെ 2/3 ആയിരിക്കണം ക്വാറം. തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ 2/3 ക്വാറം ഉണ്ടെന്ന് ADS റിട്ടേണിംഗ് ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതാണ്. 2/3 ക്വാറം ഉണ്ടെന്ന് ഉറപ്പാക്കിയാൽ ADS റിട്ടേണിംഗ് ഓഫീസർ തിരഞ്ഞെടുപ്പ് രീതിയെയും നടപടികളെയും കുറിച്ച് ആദ്യം വിശദീകരിക്കണം. ആകെ 11 ഭരണസമിതി അംഗങ്ങളെയാണ് ADS തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. 11 അംഗങ്ങളിൽ കുറഞ്ഞത് 50% പേർ BPL അംഗങ്ങളായിരിക്കണമെന്നും ഭരണസമിതിയിൽ SC ST സംവരണം ഉറപ്പാക്കേണ്ടതാണെന്നും ഉദ്യോഗസ്ഥ ആമുഖത്തിൽ വ്യക്തമാക്കേണ്ടതാണ്. ADS തെരഞ്ഞെടുപ്പിൽ ADS ചെയർപേഴ്സൺ, സെക്രട്ടറി എന്നിവരിൽ ഒരാൾ നിർബന്ധമായും BPL ആയിരിക്കണം. ADS തലത്തിൽ സംവരണം ചെയ്യേണ്ടത് ഇനി പറയുന്ന പ്രകാരമാണ്. ADS ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ ആദ്യം ST സംവരണമാണ് പരിഗണിക്കേണ്ടത്. ഒരാളെങ്കിലും ST വിഭാഗത്തിൽപ്പെട്ട ADS പൊതുസഭയിൽ ഉണ്ടെങ്കിൽ പട്ടിക പ്രകാരം സംവരണം നിശ്ചയിക്കേണ്ടതാണ്. ST സംവരണം പൂർത്തീകരിച്ചതിനു ശേഷം ഒരാളെങ്കിലും SC വിഭാഗത്തിൽ ADS പൊതുസഭയിൽ ഉണ്ടെങ്കിൽ പട്ടിക പ്രകാരം SC സംവരണം നിശ്ചയിക്കപ്പെടേണ്ടതാണ്. ST SC എന്നീ സംവരണം പൂർത്തീകരിച്ചതിനു ശേഷം ഇനി പറയുന്ന വ്യവസ്ഥയിൽ BPL സംവരണം നിശ്ചയിക്കേണ്ടതാണ്. ADSന്റെ 11 അംഗ ഭരണസമിതിയിൽ SC ST വിഭാഗങ്ങൾ ഉൾപ്പെടെ 50% അംഗങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് 6 പേർ BPL ആയിരിക്കണം. ചെയർപേഴ്സൺ, സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിൽ ഒരു സ്ഥാനം നിർബന്ധമായും BPL അംഗത്തിന് സംവരണം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ സംവരണ അടിസ്ഥാനത്തിലായിരിക്കണം ADS തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ADS ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കുന്നതിനായി ADS ഭരണസമിതിയിലേക്ക് പേരുകൾ നിർദ്ദേശിക്കുവാൻ പൊതുയോഗത്തോട് റിട്ടേണിംഗ് ഓഫീസർ ആവശ്യപ്പെടണം.
ലഭ്യമാകുന്ന പേരുകൾക്ക് പിന്താങ്ങലും സ്ഥാനാർത്ഥിയുടെ സമ്മതം ഉറപ്പിച്ച ശേഷം സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി പേരുകൾ നിർദ്ദേശിക്കപ്പെട്ട മുറയ്ക്ക് ബോർഡിലോ ചാർട്ട് പേപ്പറിലോ രേഖപ്പെടുത്തണം. ഭരണസമിതി അംഗങ്ങളുടെ എണ്ണത്തിന് തുല്യമായി 11 അംഗങ്ങൾ മാത്രമേ സ്ഥാനാർത്ഥികളായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൂവെങ്കിൽ ഐക്യകണ്ഠേന ADS ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും തെരഞ്ഞെടുക്കപ്പെട്ടതായി റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കണം. സ്ഥാനാർത്ഥി പട്ടിക അനുസരിച്ച് ഭരണസമിതി അംഗങ്ങളുടെ ആകെ എണ്ണത്തേക്കാൾ ഒരു സ്ഥാനാർത്ഥി എങ്കിലും കൂടുതൽ അഥവാ 11 പേരിൽ കൂടുതൽ പേർ സ്ഥാനാർത്ഥികളായി ഉണ്ടെന്ന് കണ്ടാൽ ബാലറ്റ് പേപ്പർ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തണം. സ്ഥാനാർത്ഥികളുടെ ക്രമനമ്പർ, പേര്, വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള അല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്നതിനുള്ള കോളം എന്നിവയുള്ള ഒരു ബാലറ്റ് പേപ്പർ തയ്യാറാക്കി റിട്ടേണിംഗ് ഓഫീസർ എല്ലാ അംഗങ്ങൾക്കും നൽകണം. ബാലറ്റ് പേപ്പറിന്റെ പുറകുവശത്ത് റിട്ടേണിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതാണ്. വോട്ട് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അംഗങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സഹായ സംവിധാനങ്ങൾ റിട്ടേണിംഗ് ഓഫീസർ ഏർപ്പെടുത്തേണ്ടതാണ്. ബാലറ്റ് പേപ്പർ ലഭ്യമായാൽ ADS പൊതുസഭയിലെ ഓരോ അംഗങ്ങളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ഥാനാർത്ഥിയുടെ പേരിനു നേരെ ബാലറ്റ് പേപ്പറിൽ X എന്ന ചിഹ്നം അടയാളപ്പെടുത്തിയതിനു ശേഷം അവ നിക്ഷേപിക്കാനുള്ള കൂട്, കവർ അല്ലെങ്കിൽ പാത്രം തുടങ്ങിയവ ബാലറ്റ് പേപ്പർ നിക്ഷേപിക്കപ്പെടേണ്ടതാണ്. സ്ഥാനത്തേക്കുള്ള മുഴുവൻ ബാലറ്റ് പേപ്പറും എത്തിയെന്ന് റിട്ടേണിംഗ് ഓഫീസർ ഉറപ്പുവരുത്തുകയും അതിനുശേഷം ബാലറ്റ് പേപ്പർ ഓരോന്നും എടുത്ത് വോട്ട് എണ്ണി നോക്കുകയും ഓരോരുത്തരുടെയും വോട്ട് അവരവരുടെ പേരിനു നേരെ രേഖപ്പെടുത്തുകയും ചെയ്യണം. ഓരോ സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം ചാർട്ട് പേപ്പറിൽ രേഖപ്പെടുത്തി ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന 11 പേർ ഭരണസമിതി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടതായി റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കണം. തുല്യ വോട്ട് നേടുന്നതിന്റെ ഭാഗമായി എല്ലാ ഭരണസമിതി അംഗങ്ങളെയും പ്രഖ്യാപിക്കുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായാൽ തുല്യ വോട്ട് നേടിയവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ മതിയായ എണ്ണം ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കണം. ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരമുള്ള സംവരണം പാലിക്കുന്നുണ്ടെന്ന് റിട്ടേണിംഗ് ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതാണ്. ADS ഭരണസമിതിയിലേക്ക് SC, ST, BPL സംവരണം കൃത്യമല്ല എങ്കിൽ തിരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കേണ്ടതും തുടർന്ന് സംവരണം ഉറപ്പുവരുത്തി വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുമാണ്. ADS ചെയർപേഴ്സൺ, സെക്രട്ടറി എന്നിവരിൽ ഒരാൾ BPL പ്രതിനിധിയാണെന്ന് ഉറപ്പാക്കി വേണം റിട്ടേണിംഗ് ഓഫീസർ ഫലപ്രഖ്യാപനം നടത്തേണ്ടത്. 11 അംഗ ഭരണസമിതി അംഗങ്ങളെയും തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ഫലപ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ 11 അംഗം നിയുക്ത ഭരണസമിതി അംഗങ്ങളുടെ പ്രത്യേക യോഗം റിട്ടേണിംഗ് ഓഫീസറുടെ അധ്യക്ഷതയിൽ ചേരുകയും ഔദ്യോഗിക ഭാരവാഹികളെ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുകയും ചെയ്യണം. ഇതിനായി റിട്ടേണിംഗ് ഓഫീസർ SC, ST ആനുപാതിക പ്രാതിനിധ്യം ഉറപ്പിച്ച ശേഷം ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ADS ഭരണസമിതിയിലെ ഔദ്യോഗിക ഭാരവാഹികളുടെ സ്ഥാനവും താഴെ പറയും പ്രകാരമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. 1 ചെയർപേഴ്സൺ, 2 വൈസ് ചെയർപേഴ്സൺ അഥവാ മൈക്രോ ഫിനാൻസ് ഉപസമിതി കൺവീനർ, 3 സെക്രട്ടറി, 4 ഉപജീവന ഉപസമിതി കൺവീനർ, 5 സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ, 6 അടിസ്ഥാന സൗകര്യ ഉപസമിതി കൺവീനർ, 7 തൊഴിലുറപ്പ് അല്ലെങ്കിൽ ഗ്രാമസഭ ഉപസമിതി കൺവീനർ. സമിതിയുടെ അംഗങ്ങളുടെ ആകെ എണ്ണം എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം ഉൾപ്പെടെ 17-ൽ കവിയരുത്. ഭരണസമിതി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം കൂടുന്ന ആദ്യ യോഗത്തിലാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളെ തീരുമാനിക്കുന്നത്. ഉപസമിതി കൺവീനർമാരെ ADS ഭരണസമിതിയുടെ ആദ്യ ADS ഭരണസമിതി യോഗത്തിൽ തന്നെ തീരുമാനിക്കപ്പെടേണ്ടതാണ്. ഇപ്രകാരം നിശ്ചയിക്കപ്പെടുന്നവരുടെ പേര് വിവരം രേഖാമൂലം CDS-ൽ അറിയിക്കണം. എക്സ് ഒഫീഷ്യോ അംഗങ്ങളെയും ബന്ധപ്പെട്ട ഉപസമിതികളിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ADS ഭരണസമിതി അംഗങ്ങൾ തുല്യമായ അംഗസംഖ്യ വരുന്ന 5 ഉപസമിതികളിലായി ഉൾപ്പെടുത്തേണ്ടതാണ്. ADS എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ICDS അഥവാ അംഗൻവാടി പ്രവർത്തക, സാക്ഷരതാ പ്രേരക്
ട്രൈബൽ മേഖലയിൽ ആനിമേറ്റർ അഥവാ പ്രൊമോട്ടർ, തീരദേശ മേഖലയിൽ കോസ്റ്റൽ വളണ്ടിയർ. ADS ഭരണസമിതി തീരുമാനിച്ച് ഭരണസമിതിയിലേക്ക് കോപ്റ്റ് ചെയ്യുന്ന 2 അനുഭവ സമ്പന്നരായ മുൻ ADS ഭാരവാഹികൾ, ADS പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അല്ലെങ്കിൽ ആശാ വർക്കർ, ഓക്സിലറി ADS കൺസോർഷ്യം ലീഡർ. ADS വൈസ് ചെയർപേഴ്സൺ ആയിരിക്കും മൈക്രോ ഫിനാൻസ് അഥവാ MF ഉപസമിതി കൺവീനർ. ഇപ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന ഔദ്യോഗിക ഭാരവാഹികളുടെ പേര് വിവരം പൊതുയോഗത്തിൽ റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കണം. യോഗാവസാനം തെരഞ്ഞെടുപ്പ് യോഗത്തിന്റെ മിനിറ്റ്സും തിരഞ്ഞെടുപ്പ് പൊതുയോഗ നടപടിയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ പൂർത്തിയാക്കുകയും മിനിറ്റ്സ് ബുക്കിൽ നിയുക്ത ഭാരവാഹികൾ, റിട്ടേണിംഗ് ഓഫീസർ എന്നിവർ ഒപ്പുവെക്കേണ്ടതുമാണ്. തുടർന്ന് CDS തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അറിയിപ്പ് CDS പൊതുസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ അംഗത്തിനും നൽകി കൈപ്പറ്റ് രസീതിൽ ഒപ്പിട്ട് വാങ്ങേണ്ട ചുമതല റിട്ടേണിംഗ് ഓഫീസറുടേതാണ്. ADS തലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 11 അംഗങ്ങളാണ് CDS തല തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുക്കേണ്ടത്. ADS തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും CDS റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറേണ്ടതാണ്. ADS തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഇവിടെ അവസാനിക്കും. ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഇതാ നൽകുന്നു. ചോദ്യത്തിന് ശരിയായ ഉത്തരം കമന്റ് ആയിട്ട് നൽകാം. ശരിയായ ഉത്തരം നൽകുന്ന ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിന് ഒരു സമ്മാനമുണ്ട്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ADS തിരഞ്ഞെടുപ്പ് ആരുടെ അധ്യക്ഷതയിലാണ് നടത്തുന്നത്? ഇനി രണ്ടാമത്തെ ചോദ്യം, ADS ഭരണസമിതി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എത്ര പേരാണ്? അപ്പോൾ ശരിയായ ഉത്തരം വീഡിയോയിൽ കമന്റ് ആയിട്ട് നൽകുക. ഇനി അടുത്ത കുടുംബശ്രീ സ്കൂളിന്റെ വീഡിയോ ഏതിനെ കുറിച്ചാണ് ചെയ്യേണ്ടതെന്ന് കമന്റ് ആയിട്ട് നൽകാം. ഞങ്ങൾ അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയെ കുറിച്ച് കൂടുതൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്താം. കൂടാതെ ഉപകാരപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ കുടുംബശ്രീ ഇലക്ഷൻ വീഡിയോ എത്ര പേർക്ക് പ്രയോജനം ലഭിച്ചുവെന്ന് കമന്റ് ആയിട്ട് നൽകുമല്ലോ. അപ്പോൾ ഈ 2026 കുടുംബശ്രീ അയൽക്കൂട്ട തിരഞ്ഞെടുപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.